ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടമ്പുഴയിലോട്ടാണ്. കൊല്ലത്ത് നിന്നാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. കൊല്ലത്ത് നിന്നും കുട്ടമ്പുഴ അറൗണ്ട് ഒരു 150-200 കിലോമീറ്ററിൻ്റെ അടുത്ത് കാണാം. അപ്പം നമുക്ക് അറൗണ്ട് ഒരു മര്യാദയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് റൈഡ് ചെയ്ത് കുട്ടമ്പുഴയിലോട്ട് എത്താം. കുട്ടൻപുഴയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് പോകുകയാണെങ്കിൽ അവിടെ മണികണ്ഠൻ ചാലുണ്ട്. മണികണ്ഠൻ ചാലിൻ്റെ പുറത്തുകൂടി വെള്ളം ഒഴുകി പോകുന്നതും അതിൻ്റെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ച് പോകുന്നതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ ഇപ്പം വേനൽ സമയമാണ്, വെള്ളം അധികം കാണത്തില്ല. നമ്മൾ ശരിക്കും സൺഡേ ആയതുകൊണ്ട് ഒരു ചെറിയ റൈഡ് എവിടെയെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് കരുതിയപ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിൽ സജസ്റ്റ് ചെയ്ത് വന്നൊരു സ്ഥലമായിരുന്നു കുട്ടമ്പുഴ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അത്ര പ്രതീക്ഷയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമെന്നൊക്കെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് വിട്ടു നോക്കാം. നമ്മളങ്ങനെ കുറച്ച് നേരം റൈഡ് ചെയ്തു. ഇപ്പോൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് ചേലാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കൊല്ലത്ത് നിന്നത് അറൗണ്ട് ഇപ്പോൾ ഒരു 150 കിലോമീറ്ററോളം കവർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സമയം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 9:30 ആയിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് കുട്ടമ്പുഴ വരെ റൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കുട്ടമ്പുഴയിലോട്ട് നേരെ വിടുകയാണ്. ഇവിടുന്ന് ചേലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അറൗണ്ട് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ കുട്ടമ്പുഴയിലോട്ട്. തട്ടേക്കാട്, ഭൂത്താങ്കെട്ട് ഇതെല്ലാം ഇതിൻ്റെ അടുത്താണ്. തട്ടേക്കാട് ഇവിടെ 6 കിലോമീറ്റർ, ഭൂത്താങ്കെട്ട് 4.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഈ ചേലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. Y'all keep looking for that new wave. I think I like it how it is. Cold pizza on Tuesday. I got food up in the fridge. Y'all keep looking for a new wave. വീഡിയോ എടുക്കാൻ നിർത്തിയതാ. ഓക്കെ ഓക്കെ. കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞ് അതുമാതിരി കൊറോണ എല്ലായിടത്തും ഇവിടെയൊക്കെ കുട്ടമ്പുഴയൊക്കെ 100-300 പേർക്കാണ് ഇത്രയ്ക്കും സീരിയസ് ആയ അവസ്ഥയിലാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾക്കറിയാം സാഹചര്യമൊക്കെ. അപ്പൊ നിങ്ങളീ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നുകൊണ്ടൊന്നും കാര്യമാവില്ല. റിയൽ ഫാക്ട് നമ്മൾ തുറന്നു പറയാം. നിങ്ങളൊക്കെ വീട്ടിൽ അഡ്രസ് സോറി സാർ, ഇനി അകലം പാലിച്ച് നിന്നോളാം. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചൂട് നടക്കാതിരിക്കുക. ശരി ശരി. ഓക്കെ. ഞങ്ങളുടെ ഓഫീസറെ ആ മാതിരി ചീത്ത ശരി ഓക്കെ. വരുന്ന വഴിയിൽ ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ പോലീസ് ഇടിച്ചിട്ട് പറഞ്ഞു അധികം ഇങ്ങനെ ആൾ കൂടിയൊന്നും നിൽക്കണ്ട, കണ്ടെയ്ൻമെൻറ് സോണും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞ് ഉപദേശിച്ച് വിട്ടു. പറഞ്ഞു നമ്മളിനി ഈ ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിന്നോളാം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നമ്മളങ്ങ് വിട്ടു. അങ്ങനെ ഇതേണ്ട മണികണ്ഠൻ ചാല്, പിണ്ടിമേട്, ഭൂയംകുട്ടി തണ്ട്. നമ്മൾ മണികണ്ഠൻ ചാലിലെത്തിയേക്കുവാണ്. ശരിക്കും മഴ സമയമൊക്കെ ഇവിടെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി വരെ വെള്ളം കുത്തൊഴുകിയാണ് പോകുന്നത്. അപ്പം ജീപ്പുകാരൊക്കെ ഇവിടെ കൂടെ ഓടിച്ച് പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ വേനൽ സമയമായതുകൊണ്ട് അധികം വെള്ളമൊന്നുമില്ല. ശരിക്കും നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുട്ടിൻ്റെ അത്രേ വെള്ളം കാണത്തുള്ളൂ. ഫാമിലിയൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ ബണ്ടിൻ്റെ മണ്ടക്കൂടിയാണ് കേട്ടോ അങ്ങോട്ട് പോയത്. വാവ്, സൂപ്പർ. ഫോറസ്റ്റ് ഇതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം അങ്ങോട്ട് പെർമിഷൻ ഇല്ലാതെ പൊയ്ക്കൂടെന്നാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. നമ്മൾ ഭൂയംകെട്ടിയിൽ മണികണ്ഠൻ ബണ്ട് കണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു പോകണം. അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരിടത്ത് കയാക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, അപ്പോൾ കയാക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. നോക്കിയിട്ട് അടിപൊളിയാണ് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് പോകാനാണ് നമ്മുടെ പരിപാടി. എനിക്ക് നാരങ്ങ വേണം, നാരങ്ങ വേണം. സുധി എങ്ങനെയുണ്ട്?
ഇഞ്ചിത്തോട് തൂക്കുപാലത്തിൻ്റെ പുറത്തൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും മണികണ്ഠൻ ചാനലിൻ്റെ തന്നെ വളരെ അടുത്തുള്ള സ്ഥലമാണ്. ശരിക്കും ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ കയാക്കിലും ബോട്ടിലൊക്കെ യാത്ര ചെയ്തത്. രാവിലെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അടിപൊളിയായിട്ട് നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു സമയത്ത് ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇഞ്ചിത്തോട് തൂക്കുപാലത്തിൻ്റെ അടിയിൽ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 4-4.5 മണിക്കൂർ റൈഡ് ചെയ്ത് കൊല്ലത്തെത്താം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം ഗൈസ്.